പുത്തൻ പ്രതീക്ഷകളിലേക്കും നേട്ടങ്ങളിലേക്കുമുള്ള വാതിൽ തുറന്നു വിഴിഞ്ഞം. തുറമുഖത്ത് നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള കണ്ടെയ്നർ കവാടം തുറന്നു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടം തുറന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇല്ലാതെ ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. മാസപ്പടി കേസിൽ വീണയുടെ സഹസ്ഥാപനമായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ്. കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ ആയ N നന്ദുലാലിന്റെ വീട്ടിലടക്കം പരിശോധന. നന്ദുലാൽ വീണയുടെ ഭർത്താവ് PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത്. പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ ഇന്ന് പരിശോധന. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ മുഖ്യ ആസൂത്രക 13കാരി. കൊലപാതകം കരുതിക്കൂട്ടിയുള്ളതെന്ന് പോലീസ്. കൊലപാതകത്തിന് മുൻപ് കൈകാലുകൾ ബന്ധിച്ചത് ഉൾപ്പെടെ പ്രൊഫഷണൽ രീതിയിൽ. പിടിക്കപ്പെട്ട കുട്ടികളെല്ലാം ലഹരി ഉപയോഗിക്കുന്നവർ. അശ്ലീല ദൃശ്യങ്ങൾ ഭർത്താവ് വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്ന പരാതിയുമായി യുവതി. പരാതി നൽകിയത് കൊല്ലം സ്വദേശിനി. വിറ്റത് വിദേശത്ത് ഒരുമിച്ച് താമസിക്കവേ. ഭർത്താവ് പകർത്തിയ ദൃശ്യങ്ങൾ. നാട്ടിലെത്തിയ ശേഷം ക്രൂരമർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. BJP ദേശീയ നേതൃത്വത്തിലെ അഴിച്ചുപണിക്ക് പിന്നാലെ മന്ത്രിസഭയിൽ മാറ്റങ്ങൾക്ക് സാധ്യത. സംഘടനാ ചുമതലയെത്തിയ പീയൂഷ് ഗോയലിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കും. കേരളത്തിൽ നിന്ന് മന്ത്രി ആരാകുമെന്നതിൽ ആകാംക്ഷ. പാലാ നഗരസഭയിൽ അനിശ്ചിതത്വം തുടരുന്നു. വിമതർക്കിടെ തർക്കം. വിമതർ ചൂണ്ടിക്കാട്ടിയ ആൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് ഇടതുമുന്നണി. കേരള കോൺഗ്രസ് നേരിട്ട് ഭരണത്തിന് ശ്രമിക്കില്ലെന്നും വിശദീകരണം. മായാ രാഹുൽ തന്നെ ചെയർപേഴ്സണാകുമെന്ന് കോൺഗ്രസ് വിമതൻ ടോണി തൈപ്പറമ്പൻ. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നീക്കം. ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് കൈമാറി. അർജുൻ ആയങ്കിക്കെതിരെ സംസ്ഥാനത്തൊട്ടാകെ 23 ക്രിമിനൽ കേസുകളെന്ന് റിപ്പോർട്ടിൽ. റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് ജില്ലാ കളക്ടർ. സഖ്യരാജ്യമായ ഒമാനെതിരെയും ട്രംപിന്റെ ഭീഷണി. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ഒമാൻ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കവേ അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണിയെന്ന് ഫോക്സ് റിപ്പോർട്ടർ. ഹമാസിനെ നിരായുധീകരിക്കുന്നതിന് മുൻപ് ഇരുപക്ഷവും ധാരണയിലെത്തിയതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ. പിടിച്ചെടുക്കുന്ന ഓരോ ആയുധവും പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുമെന്നും ഇസ്രായേൽ. സ്വയം പ്രതിരോധത്തിനുള്ള പൂർണ്ണ അവകാശം ഇസ്രായേലിനുണ്ടെന്നും മുന്നറിയിപ്പ്. ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലും 30 ദിവസത്തിനുള്ളിൽ പുരോഗതി ഉണ്ടാകുമെന്ന് ജാരഡ് കുഷ്ണർ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ വാനോളം പുകഴ്ത്തി ട്രംപ്. തെരഞ്ഞെടുപ്പ് രീതിയെയും വോട്ടർമാർക്കുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾക്കും പ്രശംസ. പരാമർശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി നടത്തിയ സംഭാഷണം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 8 ദിവസത്തിനിടെ ബലൂചിസ്ഥാനിൽ 22 ആക്രമണങ്ങൾ. 26 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചുവെന്ന് അവകാശവാദം. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ്. പട്ടികയിൽ പുറത്താകുന്നത് 1 കോടിയിലധികം പേർ. 3 മാസത്തേക്ക് നടപടി മരവിപ്പിച്ച് വീടുകളിലെത്തി സർവേ നടത്തണമെന്ന് പരാതിക്കാർ.